Hi dear students, welcome to Easy Study. ഈ വരുന്ന SSLC എക്സാമിന് ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കാണ് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നരേറ്റീവ് ഓഫ് ദി സ്റ്റോറി സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ സമ്മറി എഴുതാനായിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ സമ്മറി എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലെറ്റർ ആണ്. Martha was shocked when the principal informed her that the policy regarding the scholarship jacket had been changed. Write a letter to her friend. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? മാർത്ത 8 വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന തൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ $15 കൊടുക്കണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ ആകെ ഷോക്കായിരിക്കുകയാണ് മാർത്ത. സോ ആ ഒരു സങ്കടത്തിൽ എങ്ങനെയായിരിക്കും മാർത്ത തൻ്റെ സുഹൃത്തിന് കത്ത് അയച്ചിട്ടുണ്ടാകുന്നുള്ളത് 2018 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. Third question, Martha was extremely happy on the day she received the scholarship jacket. Prepare a letter from Martha to her friend. അപ്പോൾ മാർത്ത തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ തൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് പ്രിൻസിപ്പളും സ്കൂൾ മാനേജ്മെൻറ്റും കൂടി അംഗീകരിച്ച് മാർത്തയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ എക്സ്ട്രീം സന്തോഷത്തിൽ എങ്ങനെയായിരിക്കും മാർത്ത തൻ്റെ സുഹൃത്തിന് ലെറ്റർ അയച്ചിട്ടുണ്ടാകുക? അപ്പോൾ രണ്ടും ലെറ്റർ ആണ്, പക്ഷെ രണ്ടും 2 സിറ്റുവേഷനിൽ വന്നിട്ടുള്ളതാണ്. സോ ഇത് 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, കാറ്റ് സ്കെച്ച് ഓഫ് മാർത്ത. 2023 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാറ്റ് സ്കെച്ചാണ്. അപ്പോൾ അത് എന്തായാലും നന്നായിട്ട് പഠിച്ചു പോകണം. നെക്സ്റ്റ്, സ്പീച്ച് ഓഫ് മാർത്ത. അല്ലെ 2020 2024 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവസാനം മാർത്തയ്ക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. അപ്പോൾ എങ്ങനെയായിരിക്കും അല്ലെ തൻ്റെ സുഹൃത്തുക്കളെയും ടീച്ചേഴ്സിനെയും അഭിസംബോധന ചെയ്തിട്ട് ഒരു പ്രസംഗം മാർത്ത നടത്തിയിട്ടുണ്ടാവുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഇന്ന് സ്കോളർഷിപ്പ് ജാക്കറ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും നരേഷൻ, ഡയറി, സ്പീച്ച്, ലെറ്റർ, കാറ്റ് സ്കെച്ച്. അപ്പോൾ നോക്കി എല്ലാ കൊല്ലം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദ കാസ്റ്റവേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ കാസ്റ്റവേയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നരേറ്റീവ് ഓഫ് ദി സ്റ്റോറി കാസ്റ്റവേ. നോക്കി 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറി വന്നാലും ലെറ്റർ വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും. ഇതെന്തായാലും പഠിച്ചിട്ട് വേണം ഇക്കൊല്ലത്തെ SSLC എക്സാമിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതെന്തായാലും ചോദിക്കും. നെക്സ്റ്റ് കാറ്റ് സ്കെച്ച് ആണ്. കാറ്റ് സ്കെച്ച് ഓഫ് കിരൺ ആൻഡ് കാറ്റ് സ്കെച്ച് ഓഫ് നീൽകണ്ഠ. നോക്കി 2024 ഇക്കഴിഞ്ഞ 2025 മോഡൽ എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് കാറ്റ് സ്കെച്ച് ചോദിച്ചിട്ടുള്ളതാണ്. സോ അടുത്ത എക്സാമിന് ചോദിക്കാൻ വഴിയില്ല, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകണം കേട്ടോ. സോ നമുക്കിനി അടുത്ത വീഡിയോ ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ഈ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ സ്റ്റുഡൻസ്, ഓൾ ദി ബെസ്റ്റ്.